ഇവിടെ പോലീസുകാർ വന്ന് ചവിട്ടി പൊളിക്കാൻ നോക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. ഞാൻ വളീന്ന് പറഞ്ഞത് ആ സീനെന്ന് ഇവര് പറയുന്നത് എന്താണെന്നറിയില്ല, ചോദിക്കാം. ഓക്കെ, ഇത്ര ഇഷ്യൂ ആക്കേണ്ട, വീട്ടിലൊന്നും ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ സാറിനെ വിളിച്ചപ്പോൾ ഓക്കെ നാളെ സ്റ്റേഷനിൽ വന്ന് ഹാജരാകുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. പോലീസാന്നാ പറയുന്നത്. ഞാൻ എന്താക്കണ്ടേ? അവസ്ഥ വളീന്ന് പറഞ്ഞാ ഇത് നടക്കുന്നത്. ഓക്കെ, ആ തൊപ്പിന്റെ സീന് കണ്ടെന്ന് വിചാരിക്കുന്നു. രാത്രി നേരത്തൊക്കെ ഈ ഒരു വേർഡ് പറഞ്ഞതിന് രാത്രി നേരത്തൊക്കെ വന്ന് ഇങ്ങനെ അലമ്പാക്കിയിട്ട് തച്ച് പൊട്ടിച്ച് ആ ഡോറൊക്കെ അടിച്ച് പൊട്ടിച്ച് പോലീസുകാർ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഈ ഒരു വേർഡ് പറഞ്ഞാൽ ഇത്ര സീനാണെങ്കിൽ ബിഗ് ബോസിലൊക്കെ ഭയങ്കര കൂളായിട്ട് പറഞ്ഞ് ഇത് ചിരിച്ചതാണ്. എത്രയോ പേര് കാണുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെപ്പോലെ പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ സീനെന്ന് മനസ്സിലായി. സോ ഞാൻ മാക്സിമം 4 നേരം പോകും ഗൈസ്. രാവിലെയും പോകും, ഉച്ചക്കും പോവും, വൈകുന്നേരം പോവും, രാത്രിയും പോവും. ഇത് അഥവാ പബ്ലിക്കായിട്ട് നമുക്ക് പോകേണ്ട അവസ്ഥയിൽ എങ്ങാനും ഇത് എയറായിട്ട് പോയി കഴിഞ്ഞാൽ, ഓരോ മുന്നിൽ കൂടെ ഒറ്റ എങ്ങാനും പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പേടിയാണ്. അതിനോട് ഞാൻ മാക്സിമം അത് സോളിഡായിട്ട് വിടും. അപ്പോൾ അത് അങ്ങനെ നമ്മളെ കയ്യിൽ നിന്നൊറ്റ വിട്ടുപോയാലോ, അയ്യോ പോയി, കേസായി, വലിയ കേസായി. ഇപ്പോൾ പേടിയാണ്. എൻ്റെ അതിലും വലിയ പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ കാറിലൊരു ചെറിയ സീനുണ്ട്. അതാണ് ഞാൻ കാറിൽ തന്നെ എടുത്ത് കാണിച്ച്. ഇത് ഇപ്പോൾ അതാ നോക്ക്, കാറിൻ്റെ ഓളം എഴുതിയ വളീന്നാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനി എങ്ങനെയാണ് ഒരാളെടുത്ത് ഇതിൻ്റെ കമ്പനീൻ്റെ പേര് വായിക്കാമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ തെറിയായിട്ടല്ല, അത് അതിൽ എഴുതിയതാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് അറിയില്ല. നാളെ എനിക്ക് ചിലപ്പോൾ കേസ് തരുമോ, കമ്പനിക്ക് ചിലപ്പോൾ കേസ് തരുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പേടിച്ചിട്ടാണ് ഇപ്പോൾ അതാ എക്സ്ട്രാ ഇനി അഥവാ എനിക്ക് 4 നേരം പോയിട്ടും എൻ്റെ നിന്ന് വിടാൻ തോന്നിയാൽ ഞാൻ ഇത് കൈ പിടിക്കും. ഇതിപ്പോൾ ചെവിയിൽ കുത്താൻ മാത്രമല്ല, വേറെ ഓട്ടോയിൽ എനിക്ക് കുത്താൻ തോന്നുന്നുണ്ട്. കാരണം പേടിയാണ്. ഇനി അഥവാ പോയി കഴിഞ്ഞാൽ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കരുതലുകൾ. ഇപ്പം അത്രക്ക് പേടിയാണ്. ഇപ്പോൾ ഞാൻ കേരളത്തിലാണോ ജീവിക്കുന്നത് പേടിയാണ്. ഒരു ശ്വാസം വിടാൻ പോലും സ്ഥലമില്ല എന്ന് പറയുമ്പോൾ, മൂക്കുകൂടിയല്ല തായ്ക്കൂടിയേ, അപ്പം അതന്നെ പേടിയാണ്. എവിടെയാണ് ഞാൻ ജീവിക്കുന്നതില്ലേ? എന്തെന്നാ അത്